ഹലോ ഗൈസ്, അനുമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1162 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സ്പീഡ് 444 അഷ്റഫ് ബ്രോ, ഒരു വലിയ നന്ദിയുണ്ട് ഈ സപ്പോർട്ടിന്. അതേപോലെ തന്നെ സൂപ്പർ താങ്ക്സ് ചെയ്ത മറ്റ് രണ്ടുപേര് ബ്ലഡ് മൂൺ 369 പിന്നെ ഫുൾ ബോയ് 10. നിങ്ങൾ രണ്ട് സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വലിയൊരു നന്ദി. പിന്നെ കമന്റ്, ലൈക്ക്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരു വലിയ നന്ദി. സോ ഗൈസ്, നിങ്ങളുടെ ഈ സപ്പോർട്ട് നിർത്താതെ തുടരുക. നിങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ. കാഗുറ ബച്ചി എന്ന് പറയുന്ന മാങ്കയുടെ എക്സ്പ്ലനേഷനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനിപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് ഇങ്ങനെ റീച്ച് കിട്ടി വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അതിനും കൂടെ തരിക. വളരെ മികച്ചൊരു മാങ്കയാണ്. എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഗോഡ് വാലിയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലെ ഇപ്പൊ സെയിന്റ് ഗാർലിങ്ങും റോക്സും തമ്മിൽ നല്ല കട്ട ബാറ്റിൽ നടക്കുകയാണ്. സോ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് റീഇൻഫോഴ്സ്മെന്റ് അയക്കണമെന്നും പറഞ്ഞിപ്പോ മറീൻസ് മെസ്സേജ് കൊടുക്കുന്നത് നമുക്ക് കേൾക്കാം. നമുക്കിപ്പോ ഇവരുടെ എല്ലാം ലൊക്കേഷൻ കാണിച്ചോണ്ടൊരു മാപ്പൊക്കെ തന്നിട്ടുണ്ട്. റോജർ പൈറേറ്റ്സ് ഇപ്പൊ വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാം. നിധിയൊക്കെ ആ ഭാഗത്താണുള്ളതെന്ന്, അതായത് ആ നോർത്ത് വെസ്റ്റ് സൈഡിൽ. പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റോക്സ് ആണുള്ളത്, മുന്നിലാണെങ്കിൽ മറീൻസ് ആണ്. ഇവരുടെയൊക്കെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നീ പെട്ടെന്ന് മുന്നിൽ കൂടെ ഓടിപ്പൊക്കോ റെയിലി എന്ന് ഇപ്പൊ റോജർ വിളിച്ചു പറയുന്നുണ്ട്. റെയിലി ആണെങ്കിൽ ഇപ്പൊ സോറി റോജർ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ റെയിലി ഷാക്കിയെ എടുത്തോണ്ട് ഓടി പോവാണ്. ഇപ്പൊ അവിടെ നിൽക്കുന്ന ബാക്കി പൈറേറ്റ്സിനൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് അങ്ങ് അസൂയയാവുകയാണ്. ഓ, ആ റെയിലി ആയിട്ട് വല്ലതും ജനിച്ചാൽ മതിയായിരുന്നു. റെയിലിയെ കൊന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന ഷാക്കിയെ നമുക്ക് തട്ടിയെടുക്കാം എന്നൊക്കെ ഇവന്മാര് വിളിച്ചു പറയുന്നുണ്ട്. റോജർ പൈറേറ്റ്സ് ഇപ്പൊ അവിടെയുള്ള ബാക്കി പൈറേറ്റ്സിനെയൊക്കെ അടിച്ച് മൂടുന്നുണ്ട്. നമ്മുടെ കപ്പൽ എത്രയും പെട്ടെന്ന് സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ഇപ്പൊ അവർ ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇപ്പോ റെയിലിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പൈറേറ്റ്സിനെ നമ്മുടെ ഷിക്കി പോയി അടിക്കുന്നുണ്ട്. നിർത്തടാ പൊട്ടന്മാരെ, നിങ്ങളിപ്പോ എന്തെങ്കിലും ചെയ്താൽ ഷാക്കിക്കും കൂടെ അല്ലേ അപകടം വരുന്നത്? അവൾ അവന്റെ കയ്യിൽ ഇരിക്കുകയല്ലേ എന്ന് ഇപ്പൊ ഷിക്കി പറയുന്നുണ്ട്. ഓഹ്, എന്താ ഒരു കെയറിങ്. റോക്സ് പൈറേറ്റ്സ് ഇപ്പൊ പറയുന്നുണ്ട്, ഷാക്കിയെ മറന്നേക്ക്, ഇനി നമുക്ക് ഇവിടെയുള്ള ബാക്കി നിധികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ബാക്കി ഇവിടെയുള്ള ട്രഷേഴ്സ് എല്ലാം നമുക്ക് തൂക്കണമെന്ന്. ഷാക്കി ഇപ്പൊ നമ്മുടെ റെയിലിയുടെ കൈകളിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കാണാം. റെയിലി ഇപ്പൊ പറയുന്നുണ്ട്, ഷാക്കി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. ഷാക്കി ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങളത് പറയേണ്ട കാര്യമില്ല, എനിക്ക് എന്താണെന്ന് അറിയാമെന്ന്. ഇനി നമ്മളെ കാണിക്കുന്നത് ഇവിടുത്തെ ആ ട്രഷർ ബോക്സ് വെച്ചിരിക്കുന്ന വെയർഹൌസ് ആണ്. ഹോ, എന്തൊരു ഭീകരമായിട്ടുള്ള ബാറ്റിലാ. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല എന്ന് ഇപ്പൊ ഇവാൻഗോവ് പറയുന്നുണ്ട്. കൂമേ ഇവാൻഗോവും കൂടെ അതിനകത്ത് കയറിയ ഡബിൾ ഫ്രൂട്ട് എടുക്കുന്ന സീനാണ്. ഇപ്പൊ ഇതിൽ എന്തൊക്കെ ഡബിൾ ഫ്രൂട്ട് ആണെന്ന് അറിഞ്ഞുകൂടാ, നമുക്കിതങ്ങ് കഴിക്കാമെന്ന് ഇവാൻഗോവ് പറയുന്നുണ്ട്. അപ്പോഴാണ് ബിഗ് മോം അങ്ങോട്ടേക്ക് ചാടി വീഴുന്നത്. ഇവാൻഗോവിന്റെ ആ ഡബിൾ ഫ്രൂട്ട് തട്ടിപ്പറിക്കുന്നു. കൂമയുടേതും കൂടെ കൈക്കലാക്കാൻ നോക്കുമ്പോൾ ഇവാൻഗോവ് അത് കഴിക്കൂ കൂമ എന്ന് പറയുന്നു. കൂമ അത് കഴിക്കുന്നു. കൂമ ഇപ്പൊ ഇത് കഴിച്ചിട്ട് ഓടി പോകുന്നത് കാണുമ്പോഴത്തേക്ക് ബിഗ് മോമിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇവാൻഗോവ് ഇപ്പൊ പറയുന്നുണ്ട്, ഓടി ഇവിടുന്ന് രക്ഷപ്പെടൂ കൂമ, നിനക്കൊരാളെ ഇവിടുന്ന് രക്ഷിക്കാൻ കഴിഞ്ഞാൽ പോലും അത് നമ്മുടെ വിജയമാണെന്ന്. മറീൻസ് ഇപ്പോൾ ഡെൻഡൻ മുഷി കൂടെ അവരുടെ ഹയർ ഒഫീഷ്യൽസിനോട് ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഗോഡ് വാലി ഇപ്പോൾ പൈറേറ്റ്സിന്റെ ഒരു പടക്കളമായി മാറിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവിടുന്ന് പിൻവാങ്ങണോ അതോ ഇവരുമായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യണോ? പെട്ടെന്ന് ഞങ്ങൾക്ക് ഓർഡേഴ്സ് തരൂ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ബ്ലാസ്റ്റും പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈറ്റ് ബിയേർഡ് പൈറേറ്റ്സിലെ മാർക്കോയെ പോലെ ഇരിക്കുന്ന ഒരു പുള്ളിക്കാരൻ സിൽവർ ആക്സ് ക്യോവിനെ ചവിട്ടിയിടുന്നത് നമുക്ക് കാണാം. അതെന്തായാലും മാർക്കോ അല്ല, ഇനിയിപ്പോ പുള്ളിക്കാരന്റെ അച്ഛൻ വല്ലതായിരിക്കും. ഇപ്പൊ നമ്മളെ മറീൻസിന്റെ സൈഡ് കാണിക്കുന്നുണ്ട്. ഗാർപ്പി ബഹളങ്ങളുടെ എല്ലാം ഇടയ്ക്കൂടി ഇങ്ങനെ ഓടുകയാണ്. പുള്ളിക്കാരൻ ഇപ്പോ സെങ്കോക്കുവിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഓയ് സെങ്കോക്കു, നിനക്ക് ഈ ഐലൻഡിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയായിരുന്നോ? സെങ്കോക്കു ഇപ്പൊ പറയുന്നുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഇതുപോലെയുള്ള പല ഡാർക്കറായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും സംശയം പ്രകടിപ്പിച്ചിരുന്ന ഒരാൾ നമ്മുടെ മറീൻസിലുണ്ടായിരുന്നു. ഇപ്പൊ അയാളുടെ ട്രേസ് പോലും ഇല്ല, അയാൾ നേവിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിന്ന്. അതല്ലെങ്കിൽ ഈ വേൾഡ് ഗവൺമെന്റിന്റെ പണിയാണല്ലോ, സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വെച്ചോണ്ടിരിക്കില്ല. ഇപ്പൊ ഇവിടെ ഈ സിവിലിയൻസിന് സംഭവിക്കുന്നതൊക്കെ കണ്ടിട്ട് ഗാർപ്പ് പറയുന്നുണ്ട്, എന്റെ കൺമുന്നിൽ ഞാൻ ഈ കാണുന്ന ഒന്നും വെറും ഒരു ദുസ്വപ്നം അല്ലെങ്കിൽ ഈ നടക്കുന്ന ക്രൂരതകൾ ഇതാണ് റിയാലിറ്റി. ഇപ്പൊ നമ്മളെ റോക്സിന്റെ സൈഡ് കാണിക്കുന്നുണ്ട്. റോക്സ് ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, പണ്ടാര ഇവറ്റകൾ ചാവുന്നില്ലല്ലോ. ഇപ്പൊ നോക്കുവാണെങ്കിൽ റോക്സിന്റെ വൈഫായിട്ടുള്ള എറിസ് പറയുന്നുണ്ട്, സെബക് എന്നെ താഴെ ഇറക്കുമെന്ന്. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ എറിസിനെയും ടീച്ചിനെയും എടുത്ത് തോളത്തിട്ടോണ്ട് റോക്സ് ഓടുകയാണ്. അവരുടെ പിറകെ ഗാർലിങ്ങും പിന്നെ ഗോഡ് നൈറ്റ്സിലെ മറ്റേ പെണ്ണും. ഇപ്പൊ നമ്മൾ എൽബാഫിൽ കാണുന്ന പോലത്തെ കുറെ ഡീമൻസും ഉണ്ട്. ഇപ്പോ സെബക് നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, എന്നെ ആദ്യം ഒന്ന് താഴെ ഇറക്കാന്നൊക്കെ എറിസ് ഇങ്ങനെ തോളിലിരുന്ന് പറയുമ്പോ സെബക് ഇപ്പൊ പറയുന്നുണ്ട്, ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയല്ല, നമ്മുടെ മുന്നിൽ ഇപ്പൊ വേറെ വഴിയില്ല. അവരുടെ കയ്യിൽ അകപ്പെടുന്നവരെ എല്ലാം അവർ അതുപോലെ ഡീമൻസ് ആക്കി മാറ്റും.
എന്നാലും ഇത് എന്ത് നാശമാണ്, ഇത് ആരുടെ എബിലിറ്റിയാണ്? നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ആ ഡീമൻസ് ആയവരിൽ ഒരാള് ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഡേവി ക്ലാൻ മെമ്പേഴ്സിലെ സ്ട്രോ ഹാറ്റ് വെച്ച പുള്ളിക്കാരനാണ്. ആൻഡ് അത് നമ്മുടെ സെബക്കിന്റെ അച്ഛനാണ്. സെബക്ക് ഇപ്പൊ അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഒരു പ്രായമായ അമ്മച്ചിയൊക്കെ ഇങ്ങനെ ഡീമൻ ആയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതെന്താ സംഭവിച്ചതെന്ന് സെബക്ക് ചോദിക്കുന്നു. ഇപ്പോ ഗാർലിംഗ് ആണെങ്കിൽ റോക്സിന്റെ കയ്യിൽ നല്ല പോലെ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ ഗോഡ് നൈറ്റിലെ പെണ്ണിനടുത്ത് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവൻ നല്ല സ്ട്രോങ് ആ, അവൻ ഉണ്ടാക്കിയ മുറിവൊക്കെ റീജനറേറ്റ് ആവാൻ നല്ല സമയം എടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഗോഡ് നൈറ്റ്സിലെ പെണ്ണ് പറയുന്നുണ്ട്, പക്ഷെ ഇവനിപ്പോ ഇവിടെ വന്നതുകൊണ്ട് ഇവൻ ഡേവി ക്ലാനിലെ മെമ്പർ ആണെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയില്ലേ. ഇവനെ നമ്മൾ ഇവിടെ വെച്ച് വീഴ്ത്തിയാൽ അത് ഗ്രേറ്റ് ഇമുവിന് ഒരുപാട് സന്തോഷമാകും. ഇത് കേട്ടിപ്പോ ഗാർലിംഗും പറയുന്നുണ്ട്, അതെ നമ്മുടെ ഗെയിം ഇവൻ നശിപ്പിച്ചു, പക്ഷെ ഇവനെ ഇവിടെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെയാ. ഇപ്പോ റോക്സിനോട് എറിസ് വീണ്ടും പറയുന്നുണ്ട്, സെബക് നീ എന്നെ ഒന്ന് താഴെ ഇറക്ക്. ഇങ്ങനെ ഒരു കയ്യിൽ എന്നെയും ടീച്ചനെയും പിടിച്ചോണ്ട് ഓടിയാൽ മറ്റേ ഒറ്റ കൈ കൊണ്ട് നിനക്ക് ഇവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുമെന്നാണോ നീ കരുതുന്നത്? റോക്സ് ഇപ്പൊ പറയുന്നുണ്ട്, എറിസ് നീ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഡേവിന്ന് ഫാമിലി നെയിം ഉള്ള ആരെങ്കിലും ഇവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാല് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഇവരെ ടോർച്ചർ ചെയ്യും. നരകം പോലും ചിലപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭേദമായിരിക്കും. എറിസ് ഇപ്പൊ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നതിന് ശേഷം ഞാനും ഡേവി ക്ലാനിലെ ഒരു മെമ്പർ ആയില്ലേ, അതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാൻ മുൻപ് ഒരു പൈറേറ്റ് ആയിട്ട് കൂടി എന്നെ നമ്മുടെ ക്ലാനിലുള്ളവരെല്ലാം എന്ത് നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഡേവി ക്ലാനിന്റെ ഫെയ്റ്റിനെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് എന്നെ താഴെ ഇറക്ക് എന്ന് പറഞ്ഞ് അവളിപ്പോ റോക്സിന്റെ പിടിയിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട്. ഇപ്പൊ റോക്സ് ആണെങ്കിൽ ഈ സമയമില്ലാത്ത സമയത്ത് എറിസ് ചെയ്ത പരിപാടി കണ്ടിട്ട് ഹേ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അവളിപ്പോ റോക്സിനോട് ചോദിക്കുന്നുണ്ട്, ഒരു കുഞ്ഞിനെ പോലും സംരക്ഷിക്കാൻ കഴിയാതെ എല്ലാത്തിനും നിന്റെ തണല് പറ്റി നിൽക്കുന്ന ടൈപ്പ് ഒരു പെണ്ണായിരുന്നു ഞാനെങ്കിൽ നീ ഞാനുമായിട്ട് പ്രണയത്തിലാവില്ലായിരുന്നല്ലോ. എന്താ ശരിയല്ലേ എന്ന്? ഇപ്പൊ റോക്സ് ആണെങ്കിൽ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എടി മണ്ടി നീ ഇതെന്തൊക്കെയാ പറയുന്നേ? എറിസ് ഇപ്പൊ പറയുന്നുണ്ട്, ഒരു രക്ഷയില്ലാതെ യുവമാരുടെ കയ്യിൽ അകപ്പെടുമെന്നുള്ള ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ടീച്ചിനെയും കൊന്ന് ഞാനും ആത്മഹത്യ ചെയ്യും, അല്ലാതെ യുവമാർക്ക് ടോർച്ചർ ചെയ്യാൻ നിന്ന് കൊടുക്കില്ല. നമ്മളിങ്ങനെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് പിരിഞ്ഞിട്ട് നമുക്ക് ലുലൂസിയയിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം സെബക് എന്ന് എറിസ് പറയുന്നുണ്ട്. ലുലൂസിയ. ഗാർലിംഗ് ഇപ്പൊ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓ നീ അങ്ങനെ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും പറഞ്ഞു വിട്ടോ, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? എറിസ് ഇപ്പൊ ടീച്ചിനെയും കൊണ്ട് ഓടി പോകുന്നുണ്ട്. റോക്സ് ആണെങ്കിൽ ഇപ്പൊ ഗാർലിംഗിന്റെ ഡീമൻസിന്റെ ഒക്കെ നേരെ ഇങ്ങനെ നിന്നിട്ട് ആ വാള് ഉയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ ഇപ്പൊ അവരെന്നെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പുള്ളി ആ വാൾ ഉയർത്തി ഗ്രൗണ്ടിലോട്ട് ഒറ്റ വെട്ടുന്നുണ്ട്. ആ ഐലൻഡ് ഓൾമോസ്റ്റ് ഫുള്ള് കവർ ആയിട്ടൊരു ലൈന്. ദേ ഈ വരയുടെ അപ്പുറം കടന്ന് എന്റെ ഭാര്യയുടെയോ മകന്റെയോ നേർക്ക് പോകാൻ നിന്നെ ഒറ്റ ഒരുത്തനെയും ഞാൻ സമ്മതിക്കില്ല. ഇത് താണ്ടി പോവാന്ന് ഉറപ്പുള്ള മോൺസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്റെ നേർക്ക് വാടാ. ഓ മാൻ, റോക്സ് പ്യുവർ റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ്. ഇപ്പൊ ആ വരയ്ക്കപ്പുറം ടീച്ചിനെ എടുത്തുകൊണ്ട് എറിസ് ഇങ്ങനെ ഓടുന്നുണ്ട്. സെബക്കുള്ള ഭാഗത്തേക്ക് അവളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ടീച്ചാണെങ്കിലും അവന്റെ അച്ഛൻ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നോക്കുന്നു. ഇതേ സമയം ആ ട്രഷർ ബോക്സ് വെച്ചിരുന്ന വെയർ ഹൗസിന്റെ അടുത്ത് നിന്നിട്ട് ബിഗ് മോം ഇങ്ങനെ ചിരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇവാൻഗോവിന്റെയും അവർ ആ ഫിഷ് ഫ്രൂട്ട് തട്ടിപ്പറിച്ചായിരുന്നല്ലോ. ഈ ഡബിൾ ഫ്രൂട്ട് മതി, ഇതെന്റെ മകനായ കറ്റാക്കുരിയെ കൊണ്ട് കഴിപ്പിക്കാം. ഫ്യൂച്ചറിൽ ഞാൻ തുടങ്ങാനിരിക്കുന്ന എന്റെ പൈറേറ്റ് ക്രൂവിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പവറുള്ള ആൾക്കാർ ആവശ്യമാണ് എന്നവർ പറഞ്ഞു തീരുന്നതിന് മുന്നേ കൈഡോ ഇങ്ങനെ ജമ്പ് ചെയ്തു വന്ന ആ കയ്യിലെ ഗത വെച്ച് ബിഗ് മോമിന്റെ ചെകളെ അടിച്ചു തിരിക്കുന്നുണ്ട്. ഡബിൾ ഫ്രൂട്ട് ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് തെറിച്ച് എയറിലേക്ക് പോയി. ഒറ്റ ചാട്ടത്തിന് ഇപ്പൊ കൈഡോ ഇത് വായിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ചവച്ചരച്ച് ബിഗ് മോമിനെ നോക്കി ഒരു കൊണച്ച ചിരിയും. നന്ദിയുണ്ടേ. നാശം പിടിക്കാൻ എടാ കൈഡോ പണ്ടാരക്കാലാന്നിപ്പോ ബിഗ് മോം അവിടെ കിടന്ന് അലറുന്നുണ്ട്. ഇപ്പോ രണ്ട് പാനലിലായിട്ട് ഷാങ്സിനെയും കൊണ്ട് രക്ഷപ്പെടുന്ന ഡ്രാഗണിനെയും ടീച്ചിനെയും കൊണ്ട് രക്ഷപ്പെടുന്ന എറിസിനെയും കാണിക്കുന്നുണ്ട്. നിന്നെ ഒരിക്കലും ഞാൻ മരിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഡ്രാഗൺ ഷാങ്സിനോട് പറയുന്നു. എനിക്ക് രക്ഷപ്പെടാനായില്ലെങ്കിൽ പോലും ഈ നരകത്തിൽ നിന്ന് നിന്നെ ഞാൻ ഉറപ്പായിട്ട് രക്ഷിക്കും ടീച്ച് എന്നിപ്പോ എറിസും പറയുന്നുണ്ട്. ഇപ്പോ സ്റ്റേജിന്റെ പുറകിലുള്ള മറ്റൊരു വെയർ ഹൗസ് ആണ് നമ്മളെ കാണിക്കുന്നത്. അതും ഈ ട്രഷർ സൂക്ഷിക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ്. റോജർ പൈറേറ്റ്സ് ആണെങ്കിൽ അവിടെ നിധി കണ്ടെത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. ഇത്രയും വലിയൊരു നിധിശേഖരം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊരുത്തം പറയുന്നുണ്ട്. ഗബാൻ ആണെങ്കിൽ പറയുന്നുണ്ട്, ആഹാ ഡബിൾ ഫ്രൂട്ട്സും ഉണ്ടല്ലോ, എല്ലാം എടുത്തോ. ഇപ്പോ അതിൽ നിന്നൊരു മൊട്ടുസൂചി എടുക്കാൻ പോലും നിങ്ങൾ റോജർ പൈറേറ്റ്സിനെ ഞങ്ങൾ സമ്മതിക്കൂലടാന്നും പറഞ്ഞിട്ട് റോക്സ് പൈറേറ്റ്സിലെ ഗൻസൂയി അങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഗബാൻ ആണെങ്കിൽ ആ ഒരു കയ്യിലെ കോടാലി വെച്ചിട്ട് കൂളായിട്ട് ആ അറ്റാക്ക് അങ്ങ് തടയുന്നുണ്ട്. ഈ ഐലൻഡ് വിട്ടു പോകാൻ ഒരു കാരണവശാലും പൈറേറ്റ്സിനെ അനുവദിക്കരുതെന്ന് മറീൻസ് ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സും അടുത്ത ഗാർപ്പ് ഇപ്പൊ പറയുന്നുണ്ട്, ഒരു തരിമ്പ് പോലും മനുഷ്യത്വമോ ലോജിക്കോ ഇല്ലാത്ത സംഭവങ്ങൾ നടക്കുന്ന ഈ ഐലൻഡില് ജസ്റ്റിസിന് എന്താണ് പ്രസക്തി എന്ന്. ഇപ്പൊ അവിടെ ചങ്ങല കിട്ടിയിരിക്കുന്ന ആൾക്കാര് നേവിക്കാരോട് ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചുന്നുണ്ട്. ഗോഡ് വാലി വേൾഡ് ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റഡ് അല്ലാത്ത ഒരു രാജ്യമായതുകൊണ്ട് തന്നെ മറീൻസ് അവർക്ക് നേരെ രണ്ടാമതൊന്നും ആലോചിക്കാതെ പീരങ്കി കൊണ്ട് വെടിവെക്കുന്നു. ഇപ്പോ ഇവിടെയുള്ള ഈ പാവപ്പെട്ട നിസ്സഹായരായ ആൾക്കാരിൽ എനിക്ക് രക്ഷിക്കാൻ പറ്റാവുന്ന അത്രയും പേരെ എനിക്ക് രക്ഷിക്കണമെന്ന് പറയുന്ന കൂമയെ നമുക്ക് കാണാം. ഇതേ സമയം ഈ ഗോഡ് വാലിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു
പാറപ്പുറത്തിരുന്നു കൊണ്ട് സാറ്റേൺ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. ഇപ്പൊ അങ്ങേരോട് ആരോ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. സാറ്റേൺ, റോക്സ് മരിച്ചോ എന്നൊരു ചോദ്യം. 5 എൽഡേഴ്സിൽ ഒരാളെ ചോദ്യം ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി അത് ഇമു ആണല്ലോ. സാറ്റേൺ ഇപ്പൊ പറയുന്നുണ്ട്, എനിക്കത് അറിയില്ല, ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല നടക്കുന്നത്. അതുമല്ല, എനിക്ക് വല്ലാത്തൊരു ആശങ്ക. അതായത് ഇന്ന് ഇവിടെ നടന്ന ഈ അപകടകരമായ ഇൻസിഡന്റ് എന്തൊക്കെയോ വലിയ വലിയ സംഭവങ്ങൾ പിറവിയെടുക്കുന്നതിനുള്ള ഒരു തുടക്കമാണെന്നൊരു തോന്നൽ. സാറ്റേണിന്റെ ഈ തോന്നൽ 100% സത്യമായിരുന്നു ഗൈസ്. കാര്യം ഈ ഒരു ഒറ്റ ഗോഡ് വാലി ഇൻസിഡന്റ് കാരണം വേൾഡ് ഗവൺമെന്റിന്റെ ആണിക്കല്ലിളക്കാൻ ആംബിയറുള്ള എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടായി. സോ കഥയിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഈ ഗോഡ് വാലി ഇൻസിഡന്റ്. ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ സാറ്റേൺ ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഇമു പറയുന്നുണ്ട്, അങ്ങനെ നമുക്കെതിരായിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. ഇതേ സമയം ആ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് കൈഡോ ഡ്രാഗൺ ആയിട്ട് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. ഇതെന്ത് പണ്ടാരമാണിത്, ഒരു ഡ്രാഗണോ എന്നൊക്കെ ചോദിച്ച് മറീൻസ് ഇങ്ങനെ കിളി പറന്ന് നിൽപ്പുണ്ട്. ഇപ്പൊ ആ പോപ്പോ ഫ്രൂട്ടിന്റെ പവർ വെച്ചിട്ട് കൂമയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ എല്ലാം രക്ഷപ്പെടുത്തി വിടുകയാണ്. എല്ലാവരും കൂമയോട് നന്ദി പറയുന്നുണ്ട്. ഇവിടുന്ന് ഞങ്ങളെ വേറെ എങ്ങോട്ട് പറഞ്ഞു വിട്ടാലും അത് ഞങ്ങൾക്ക് സ്വർഗമായിരിക്കും എന്നൊക്കെ അവർ പറയുന്നു. കൂമയാണെങ്കിൽ ഇപ്പൊ നന്ദിയൊന്നും പറയണ്ട, പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് കഴിയുന്ന അത്ര ആൾക്കാരെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി വിടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന ഒരുപാടധികം ആൾക്കാരെ കൂമ ഇവിടുന്ന് രക്ഷിച്ചു വിടുന്നു. അവരെല്ലാവരും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പോകുന്നതിന് മുമ്പ് താങ്ക് യു കൂമ എന്ന് വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ റോക്സിനും ഗാർപ്പിനും റോജറിനും ഒക്കെ വല്ലാത്തൊരു സെൻസേഷൻ കിട്ടുന്നുണ്ട്. അത് ഇമുവിന്റെ ഹാക്കി ആയിരിക്കണം. ഇപ്പോൾ സാറ്റേൺ ഇങ്ങനെ മോൺസ്റ്റർ ഫോമിലേക്ക് ട്രാൻസ്ഫോം ആവുന്ന ഒരു ചെറിയ ഇമേജ് നമുക്ക് കാണാം. റോജർ പൈറേറ്റ്സിലെ പീറ്റർമു ആണെങ്കിൽ ഇപ്പൊ റോജറിനോട് വന്നിട്ട് പറയുന്നുണ്ട് റോക്സ് പൈറേറ്റ്സ് വരുന്നുണ്ടെന്ന്. റോജർ ആണെങ്കിൽ ഇപ്പൊ അങ്ങേരോട് പറയുന്നുണ്ട് അതിലും വലിയൊരു പണി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ആ മോൺസ്റ്റേഴ്സിനെ എല്ലാം വെട്ടി തള്ളിയിട്ടിട്ട് നിൽക്കുന്ന റോക്സിനെ നമുക്ക് കാണാം. പുള്ളി ഇപ്പൊ ഗാർലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ മുഴുവൻ ഡീമൻസ് ആക്കി എനിക്കെതിരെ ഇറക്കി വിട്ട് എന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതിയോടാ നീ? അവരുടെ കൈകൊണ്ട് ചാവണോ അതോ അവരെ കൊല്ലണോ എന്ന് 2 ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ദേ ഇതേപോലെ രണ്ടാമത്തെ ആ ഓപ്ഷൻ അങ്ങ് തിരഞ്ഞെടുക്കൂടാ ഞാൻ. റോക്സുമായിട്ട് ഫൈറ്റ് ചെയ്തിപ്പോ അവിടെ തോറ്റ് കിടക്കുന്ന ഗാർലിങ്ങിനെ നമുക്ക് കാണാം. എന്താ സാറ്റിസ്ഫാക്ഷൻ. റോക്സ് ഇപ്പൊ ആരോടോ പറയുന്നുണ്ട്, നീ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണോ? അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഇപ്പൊ റോക്സിനെ സഹായിക്കാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് നോക്കിയാൽ അത് വൈറ്റ് ബിയർഡ് ആണ്. പുള്ളിക്കാരൻ ഇപ്പൊ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എപ്പോഴും നിന്റെ പറ്റില്ലല്ലേ വെള്ളം അടിക്കാറുള്ളത്, ഇത് അതിനുള്ള കടം വീട്ടിലാണെന്ന് കരുതിയാൽ മതി. നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് ഡ്രാഗണായിട്ട് മാറിയ കൈഡോയും വരുന്നുണ്ട്. ഇതൊരു 1.5 പാനലാണ് ഗൈസ്. ഇനി മുന്നോട്ട് കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ലാസ്റ്റ് ചെയ്യൂ എന്ന് അറിയാമെങ്കിലും അക്ഷരം തെറ്റാതെ മോൺസ്റ്റർ ട്രയോ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു കോംബോ തന്നെയാണിത്. ഫൈനലി അങ്ങനെ എനിക്കൊരു ഡബിൾ ഫ്രൂട്ട് എബിലിറ്റി കിട്ടി, ഇതൊന്ന് ടെസ്റ്റ് അടിക്കണമല്ലോ എന്ന് ഇപ്പൊ കൈഡോ പറയുന്നുണ്ട്. കൈഡോയെ റോക്സ് ഇപ്പൊ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതേപോലെ നിന്നെ ഇത്രയും സന്തോഷിച്ച് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് കൈഡോ എടുത്ത് പറഞ്ഞിട്ട് റോക്സ് ചിരിക്കുന്നുണ്ട്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കിപ്പോ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ രൂപം ഇത് ശരിക്കും എന്ത് പണ്ടാരമാണ്? ഇപ്പോ ഇവരുടെ മുന്നിൽ കാണുന്ന ആ രൂപം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സെയിന്റ് സാറ്റേണിന്റെയും ഇമുവിന്റെയും കൂടെ ഒരു ഫ്യൂഷനാണ് ഗൈസ്. അതായത് ഇമുവിന്റെ തലയും പിന്നെ സാറ്റേണിന്റെ ആ മോൺസ്റ്റർ ഫോമിലെ ബോഡിയും. മറീൻസ് ആണെങ്കിൽ ഇപ്പോ സെയിന്റ് സാറ്റേൺ ഇത് എന്ത് തരം രൂപമാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. പൈറേറ്റ്സ് ആണെങ്കിൽ അയ്യോ മോൺസ്റ്റർ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് അലറുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഗാർപ്പ് പറയുന്നുണ്ട്, ഇത് റിയാലിറ്റി ആവാൻ ഒരു വഴിയില്ല, ഇത് ശരിക്കും ദുസ്വപ്നം തന്നെയാണെന്നാ തോന്നുന്നത്. എന്ത് പണ്ടാരമൊക്കെയാണ് ഈ ഐലൻഡിൽ നടക്കുന്നത്? റോജർ ആണെങ്കിൽ ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ത്രില്ലടിച്ചിങ്ങനെ നിൽക്കുകയാണ്. സാഹസികതകൾ നിറഞ്ഞൊരു യാത്ര തന്നെ ഇത്. ഈ ലോകത്തിൽ ഇനി ഞാൻ അറിയാത്ത എന്തുമാത്രം കാര്യങ്ങളുണ്ട് എന്ന് റോജർ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ ആ ലാസ്റ്റ് പാനലില് റോക്സ് ഇമുവിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ന്യൂഗേറ്റെ, നീ എന്നോട് ചോദിച്ചില്ലേ നമ്മുടെ മുന്നിൽ ഇത് എന്ത് പണ്ടാരമായി നിൽക്കുന്നതെന്ന്? ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ നമ്മുടെ ഈ മുന്നിൽ നിൽക്കുന്നതാണ് ലോകം. എഗ്ഹെഡിൽ വെച്ച് സാറ്റേൺ ആണെങ്കിൽ ബ്ലാക്ക് ബീഡ് പൈറേറ്റ്സിലെ കാറ്ററീന ഡേവണിനെയും വാനോഗറിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് മറ്റേ KGF-ലെ റോക്കി ബായിയോട് ചോദിക്കുന്ന പോലെ ക്യാ ചാഹിയെ തെരേക്കോ എന്ന് ചോദിച്ചിരുന്നല്ലോ. അവരതിന് മറുപടി കൊടുത്തതും ദുനിയാന്ന് തന്നെയാണ്. സോ ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഇമുവിനെ വേൾഡിനോട് ഉപമിച്ചിരിക്കുന്നു. വേൾഡ് കാൽക്കീഴിലാക്കുക എന്നുള്ളതായിരുന്നു റോക്സിന്റെ എയിം. സോ അത് തന്നെയാണ് ഇപ്പൊ ബ്ലാക്ക് ബീഡും ഫോളോ ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ക്ലിഫ് ഹാങ്ങർ സെറ്റപ്പിൽ നമ്മുടെ ഈ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. കിടിലിനൊരു ചാപ്റ്റർ ആയിരുന്നു. വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ബ്രേക്കാണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ അപ്പോൾ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.